ഹായ്, എല്ലാവർക്കും മെല്ലസ് നേച്ചർ വേഡിക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇത്രയും ചക്ക ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു ചക്കട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് നാളികേരം ചെറിയത് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ ജീരകവും 4 ഏലക്കായും കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും ആവശ്യമാണ്. ഇനി നമുക്ക് ചക്കര അട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ചക്ക എടുത്ത് ഇതിൻ്റെ കുരുവും ഒക്കെ കളഞ്ഞിട്ട് നന്നായി ക്ലീൻ ആക്കിയിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ചക്ക ഞാനിങ്ങനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതേപോലെയുള്ളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഈ പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ഈ സ്റ്റൗവിൽ നിന്ന് ഈ ശർക്കരയുടെ പാൻ എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചെടുക്കാം. ഇവിടെ വെച്ചിട്ട് ഈ പാനൊന്ന് ചൂടായി വരട്ടെ. ഈ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്. നെയ്യൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ നാളികേരം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഞാൻ. അധികം മൂത്തൊന്നും പോകണ്ട. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ ശർക്കര ഒന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റണം. അപ്പം നമ്മുടെ നാളികേരം കണ്ട വെള്ളമൊക്കെ വറ്റി ഒരു ചെറിയ ബ്രൗൺ കളറിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ നാളികേരം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ നാളികേരം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കിയത് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്യാസ് ഓൺ ചെയ്ത് ഈ പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള ചക്ക ഉണ്ടല്ലോ, ഈ ചക്ക നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കി ഒന്ന് ഈ ചക്കേനെ ഒന്ന് വേവിച്ചെടുക്കാം. ചക്ക ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ട. അതുപോലെ തിളച്ചൊന്ന് വേവട്ടെ. ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ചെയ്യാറ്, കൂടുതൽ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഒന്നിച്ച് ക്ലീൻ ആക്കിയിട്ട് കുരും ചവണിയും എല്ലാ സാധനങ്ങളും കളഞ്ഞ് ചക്ക എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ച് വേവിച്ച് വെക്കും. അങ്ങനെ വേവിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഇതേപോലെ ചക്കടി ഉണ്ടാക്കാറ്. പിന്നെ അത് ശർക്കരയും ഒക്കെ ഇട്ടിട്ട് വെരുകി വെച്ചിട്ട് ഉണ്ടെങ്കിൽ അത് കുമ്പിളപ്പത്തിനും അതേപോലെ നമ്മൾക്ക് ഓണക്കാലാവുമ്പോൾ പായസം വെക്കാൻ
ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് എടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ചക്കയൊക്കെ അധികം കിട്ടുന്ന സമയങ്ങളിൽ ഇതേപോലെ ചക്ക വരട്ടിയൊക്കെ വെച്ചാൽ ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. പുറത്തുള്ളവർക്കൊക്കെ കൊടുത്തയക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഓണക്കാലമാകുമ്പോൾ ചക്കപ്രഥമൻ തയ്യാറാക്കാം, കുമ്പിളപ്പം തയ്യാറാക്കാം, ചക്കട തയ്യാറാക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ ഈ സീസണിൽ ചക്ക അധികം കിട്ടുന്നവർ വേസ്റ്റാക്കി കളയാതെ ഇതേപോലെ ഓരോ കാര്യങ്ങളാക്കി ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നീടും ഉപയോഗിക്കാൻ പറ്റും. കണ്ട ചക്ക നന്നായിട്ട് തിളച്ച് വെന്ത് വന്നു തുടങ്ങി. കണ്ട ചക്ക നന്നായിട്ട് തിളച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കര, ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരയാണ്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ട ഇതേപോലെ ശർക്കര ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ, ജീരകം, കുറച്ച് പഞ്ചസാര ഇതൊക്കെ ചേർത്തിട്ടുള്ള പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ട ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചക്കട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നെയ്യിൽ നമ്മൾ മൂപ്പിച്ച് വച്ചിരിക്കുന്ന നാളികേരം ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അത് നമ്മുടെ മധുരമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം ബാലൻസ് ആവാനായിട്ടാണ് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. കുറേശ്ശെ അരിപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു 3 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നോക്കാം. ഇളക്കി നന്നായി നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടിയും പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ കൂടിയും അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇളക്കി പൊടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കണ്ട ഈ പൊടി കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നോക്കി ഇതുപോലെ ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ 2 സ്പൂണും കൂടിയും അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ട നമ്മുടെ പൊടിയൊക്കെ ഇതിൽ കിടന്ന് നന്നായി വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കണ്ട ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായി ഉരുണ്ട് ഇങ്ങനെ വന്നു തുടങ്ങി. എനിക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് അടുപ്പുമെന്ന് മാറ്റിയിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയിട്ട് നമുക്കത് ഇലയിൽ പരത്തിയെടുക്കണം. നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചു കൊടുക്കുക. ചൂടാറട്ടെ. കുറച്ച് ചൂടാറിയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്താനുള്ള ചൂടേ ഉള്ളൂ. നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം. ഇലയിലൊക്കെ പരത്തിയെടുക്കുമ്പോഴേക്കും നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഈ തട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇതൊന്ന് ആവി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അട പരത്തിയെടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നു. ഞാനേ ഈ തട്ട് വെക്കുന്നതിന് മുന്നേ കറുകലിൻ്റെ വീട്ടിൽ ചെറിയ ഇലയാണ്, വലിയ ഇലയല്ല. അത് ഞാൻ ഈ തട്ടിൻ്റെ അടിയിൽ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ചക്കടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കും. ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ അടയ്ക്ക് നല്ല സ്മെല്ലാണ്, നല്ല സ്വാദും ഉണ്ടാവും. ഇനി ഇതൊന്ന് ആവി വരട്ടെ. അട പരത്താനായിട്ട് ഞാൻ ഇതേപോലെയുള്ള ഇലകൾ കീറി കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഇലകളായിട്ടാണ് ഞാൻ കീറി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുള്ളത്. ഇതിലാണ് നമുക്ക് അട പരത്തേണ്ടത്. ഇനി നമുക്ക് ഇതേപോലെയുള്ള വാഴയിലെടുത്തിട്ട് കുറേശ്ശെ ചക്കര മാവ് എടുത്തിട്ട് ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കുക. ഒന്ന് വെള്ളം കൈ കൊണ്ടൊന്ന് തൊട്ടാൽ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റും. പരമാവധി നന്നായി കനം കുറച്ച് പരത്തിയെടുക്കാം. ഇങ്ങനെ മടക്കി കൊടുക്കുക. നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള മാവ് എടുത്തിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. കണ്ട, ഇതേപോലെ നമ്മുടെ എല്ലാ മാവുകളും ഇങ്ങനെ പരത്തി ഇലയിൽ പരത്തിയിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. ടൈറ്റാണെന്ന് തോന്നുന്നു വെച്ചാൽ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് പരത്തി കൊടുത്താൽ നന്നായിട്ട് അങ്ങോട്ട് കനം കുറഞ്ഞിങ്ങനെ കിട്ടും. ഇത് ലാസ്റ്റായപ്പോൾ എൻ്റെ ഇല കഴിഞ്ഞു കൊണ്ടുവന്ന്. അപ്പം ഞാനിത് ഇത്തിരി കനം കൂടിയിട്ടുണ്ട്. ഇതിൽ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അട കിട്ടും. അല്ലാതെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടാൽ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അടകൾ എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അടയിലെ മുകളിലായിട്ട് വരെ ഇങ്ങനെ വാഴയുടെ തണ്ട് വെച്ച് കൊടുക്കാം. അത് വീണ്ടും നമുക്ക് അതിൻ്റെ മീതെ അട വെച്ച് കൊടുക്കാം. ഇതിനെ ഇല കീറി കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ തണ്ടും ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടില്ല. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എല്ലാതും വേവിച്ചെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ.
നമ്മുടെ അടയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് നമുക്ക് ഈ ഇല ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ മതി. ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ അടയൊക്കെ. കണ്ട ഇനി ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അട ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയല്ല അതൊന്ന് ചൂടാറി വരട്ടെ. കണ്ട നമ്മുടെ അട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട കിടന്നിങ്ങനെ ആടുന്നുണ്ട്. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ഒരടയായി കിട്ടിയിട്ടുണ്ട്. ചൂടുണ്ട്. കണ്ട നന്നായിട്ട് കനം കുറഞ്ഞിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ചക്കട തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കണ്ട നല്ല സോഫ്റ്റായിട്ടുള്ള ചക്കട കിട്ടിയിട്ടുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ചക്കടയാണിത്. ഈ ചക്ക സീസണിൽ നിങ്ങളും ഇതേപോലെയുള്ള ചക്കട ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.